മധ്യപൂർവേഷ്യൻ സംഘർഷം ഇന്ധന മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയ്ക്കിടെ റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ താത്കാലിക ഇളവ്. മാർച്ച് 5 മുതൽ കപ്പലിൽ കയറ്റിയിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിലും എണ്ണ ഉത്പന്നങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കാം. ഇളവ് നൽകിയെന്ന അമേരിക്കൻ പ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. ഇന്ത്യയുടെ പരമാധികാരം പണയം വച്ചു എന്നാണ് വിമർശനം. റഷ്യൻ എണ്ണ വാങ്ങാൻ 30 ദിവസത്തെ സമയമാണ് ഇന്ത്യൻ റിഫൈനറികൾക്ക് അമേരിക്ക അനുവദിച്ചിരിക്കുന്നത്. മാർച്ച് 5 മുതൽ കപ്പലിൽ കയറ്റിയിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിലും എണ്ണ ഉത്പന്നങ്ങളും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ അംഗീകാരം നൽകി. വിവിധ ഉപരോധ വ്യവസ്ഥകളിൽ തടഞ്ഞ കപ്പലുകളിൽ നിന്നുൾപ്പെടെയുള്ള ഇടപാടുകൾക്ക് ഏപ്രിൽ 3 വരെയാണ് അനുമതി. ഹ്രസ്വകാല നടപടി റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കില്ലെന്നും അമേരിക്ക വിശദീകരിച്ചു. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്നതായും സ്കോട്ട് ബെൻസൺ പറഞ്ഞു. വിഷയത്തിൽ ഇന്ത്യയുടെ മൗനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. വിദേശ നയത്തിന്റെ പേരിൽ അടിമപ്പെട്ടൊരു നേതാവിന്റെ ചൂഷണങ്ങളാണ് കാണാനാകുന്നതെന്ന് രാഹുൽ ഗാന്ധി. അമേരിക്കയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇന്ത്യൻ നയങ്ങൾ അമേരിക്ക കൽപ്പിക്കുന്നതിൽ ജനങ്ങൾ അതൃപ്തരാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ബ്ലാക്ക്മെയിൽ എത്ര നാൾ തുടരുമെന്ന ചോദ്യവുമായി ജയറാം രമേശ് രംഗത്തെത്തി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.